ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിസ്റ്ററി ആൻഡ് ആർട്ട് ആൻഡ് കൾച്ചർ പ്രിലിംസിൽ നമുക്ക് ഏറെ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ടും അതുപോലെ തന്നെ ഹിസ്റ്ററിയുമായിട്ടും ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് റീസെൻ്റ്ലി കറണ്ട് അഫയേഴ്സിൽ വന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്ക് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചും നമുക്ക് UPSCയുടെ ഇത്തവണത്തെ പ്രിലിംസിൽ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ന്യൂസിലേക്ക് പോകാം. The sacred ensembles of the Hoysala, the famed Hoysala temples of Belur, Halibid and Somanatapur in Karnataka have been added to the UNESCO's World Heritage List. This inclusion marks the 42nd UNESCO World Heritage Site in India. അപ്പോൾ ഹൊയ്സാല ആർക്കിടെക്ചറിന്റെ ഭാഗമായിട്ടുള്ള ഹൊയ്സാല ടെമ്പിൾസ് എവിടേക്കുള്ള ബേലൂർ, ഹാലബിഡ് ആൻഡ് സോമനാഥപൂർ. അപ്പോൾ നമുക്കറിയാം കർണാടകയിലാണ് ഹൊയ്സാല ടെമ്പിൾസ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ കർണാടകയിലുള്ള ഹൊയ്സാല ടെമ്പിൾസിനെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള 42ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ഈ പറയുന്ന ഹൊയ്സാല ടെമ്പിൾസ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ പ്രിലിംസ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഏതൊക്കെ ടെമ്പിൾസ് ആണ് ഉള്ളതെന്ന് പറയാം. അപ്പോൾ ബേലൂരിലെ ടെമ്പിൾ എന്ന് പറയുന്നത് ചെന്നകേശവ ടെമ്പിൾ ഇൻ ബേലൂർ. ഇറ്റ് ഈസ് എ സ്റ്റാർ ഷേപ്പ്ഡ് ടെമ്പിൾ. ഞാൻ ആ ടെമ്പിളിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബോട്ടം കീഴ്ഭാഗം എന്ന് പറയുന്നത് സ്റ്റാർ ഷേപ്പ്ഡ് ആണ്. അപ്പോൾ സ്റ്റാർ ഷേപ്പ്ഡ് ടെമ്പിൾ ആണ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് വിഷ്ണു. വിഷ്ണു എന്ന് പറയുന്ന ദൈവത്തിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർ ഷേപ്പ്ഡ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് ചെന്നകേശവ ടെമ്പിൾ ബേലൂരിലുള്ളത്. ഇറ്റ് വാസ് ബിൽറ്റ് ബൈ ദ ഹൊയ്സാല കിങ് വിഷ്ണുവർദ്ധന ടു കമ്മമറേറ്റ് ഹിസ് വിക്ടറി ഓവർ ദ ചോളാസ്. 12ാം നൂറ്റാണ്ടിൽ ചോളന്മാരെ പരാജയപ്പെടുത്തിയത് കമ്മമറേറ്റ് ചെയ്യുവാനായിട്ട് ഹൊയ്സാല കിങ് ആയ വിഷ്ണുവർദ്ധനൻ പണിതാണ് ഈ ചെന്നകേശവ ടെമ്പിൾ എന്നാണ് വിശ്വസിക്കപ്പെടുക. അപ്പൊ ബേലൂരിലെ ചെന്നകേശവ ടെമ്പിളും അതുപോലെ തന്നെ ഹാലിബിഡിലെ ഹൊയ്സാലേശ്വര ടെമ്പിൾ, 3 ടെമ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളത് 3നെ കൂടിയാണ് പറയുക. അപ്പൊ ചെന്നകേശവ ടെമ്പിളിനെ കുറിച്ച് ഞാനൊന്ന് ബ്രീഫ് ചെയ്തു. ഇനി അടുത്തത് ഹാലിബിഡിലുള്ള ഹൊയ്സാലേശ്വര ടെമ്പിൾ. ദിസ് ഈസ് എ ട്വിൻ ഷ്രൈൻഡ് ടെമ്പിൾ. അപ്പൊ ഈ ചിത്രം നോക്കുക, ഒരേപോലുള്ള 2 ഷ്രൈൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ട്വിൻ ഷ്രൈൻഡ് ടെമ്പിൾ ആണ് ഈ ഹൊയ്സാലേശ്വര ടെമ്പിൾ എന്ന് മനസ്സിലാക്കുക. ഇതൊരു ശിവ ടെമ്പിൾ ആണ്. ചെന്നകേശവ ടെമ്പിൾ ലോർഡ് വിഷ്ണുവിന് ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ ഇത് ശിവന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെമ്പിൾ ആണ്. ഷൈവൈറ്റ് ടെമ്പിൾ ആണ്, ഷൈവൈറ്റ് ഷ്രൈൻ ആണെന്ന് മനസ്സിലാക്കുക. ദിസ് ഈസ് പെർഹാപ്സ് ദ ലാർജസ്റ്റ് ശിവ ടെമ്പിൾ ബിൽറ്റ് ബൈ ദ ഹൊയ്സാലാസ്. ഹൊയ്സാലാസ് പണിത ശിവ ടെമ്പിൾസിൽ തന്നെ ഏറ്റവും വലിയ ശിവ ടെമ്പിൾ എന്ന് പറയുന്നത് ഹൊയ്സാലേശ്വര ടെമ്പിൾ ആണ്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഹാലബിഡ് എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് ഓർക്കുക. ഇനി 3ാമത്തെ ടെമ്പിളിന്റെ പേര് കേശവ ടെമ്പിൾ എന്നാണ്, വിച്ച് സിറ്റുവേറ്റഡ് ഇൻ സോമനാഥപൂർ. കേശവ ടെമ്പിൾ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ത്രികുട ടെമ്പിൾ ഡെഡിക്കേറ്റഡ് ടു ലോർഡ് കൃഷ്ണ. അപ്പൊ നമ്മൾ കൃഷ്ണനെയാണ് അല്ലെങ്കിൽ വിഷ്ണുവിനെയാണ് നമ്മൾ കേശവൻ എന്ന് വിളിക്കുക. കൃത്യമായി പറഞ്ഞാൽ കൃഷ്ണന്റെ പര്യായപദമാണ് കേശവൻ. അപ്പൊ ഇതൊരു ത്രികുട ടെമ്പിൾ ആണ്. ത്രികുട ടെമ്പിൾ മീൻസ് 3 ഷ്രൈൻസ് ഈ ടെമ്പിളിന്റെ അകത്ത് തന്നെയുണ്ട്. അതായത് 3 ഷ്രൈൻസ് ആണ് ഈ ഒരൊറ്റ ടെമ്പിളിന്റെ അകത്ത് വരിക. അതിൽ 3 ഡൈറ്റികൾ ഉണ്ടാവും. അപ്പൊ കൃഷ്ണനെ 3 ഫോമിലാണ് ഇവിടെ വർഷിപ്പ് ചെയ്യുക: ജനാർദ്ദനൻ, കേശവൻ ആൻഡ് വേണുഗോപാലൻ. അപ്പോൾ ഓർക്കുക, കേശവ ടെമ്പിൾ ഓഫ് സോമനാഥ്പൂർ എന്ന് പറയുന്നത് കൃഷ്ണന് അല്ലെങ്കിൽ ലോർഡ് വിഷ്ണുവിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ത്രികുട ടെമ്പിൾ ആണ്. ത്രികുട ടെമ്പിൾ മീൻസ് 3 ഷ്രൈൻസ് ഉണ്ട്. അതായത് 3 ഡൈറ്റികളെ അവിടെ ആരാധിക്കുന്നുണ്ട്. 3 ഡൈറ്റികളല്ല, ഒരാളെ തന്നെ 3 ഫോമിലാണ് ആരാധിക്കുക. 3 ഐഡൽസ് ആണ് അവിടെ ഉള്ളത്. ജനാർദ്ദനന്റെ ഒരു ഐഡലുണ്ട്, കേശവൻ എന്നുള്ള രീതിയിൽ ഒരു ഐഡലുണ്ട്, വേണുഗോപാൽ എന്ന് പറയുന്ന മറ്റൊരു ഐഡലുണ്ട്. അപ്പൊ ഇങ്ങനെ 3 ഷ്രൈൻസ് വരുന്ന ഒരു ത്രികുട ടെമ്പിൾ ആണ് കേശവ ടെമ്പിൾ സോമനാഥ്പൂർ എന്ന് മനസ്സിലാക്കുക. ഈ 3 ടെമ്പിൾസിനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഹൊയ്സാല ആർക്കിടെക്ചറിന്റെ അണ്ടറിൽ കൊണ്ടുവരിക. അപ്പൊ ഇതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട 3 ടെമ്പിൾസിനെയും വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹൊയ്സാല ടെമ്പിൾസ് എന്നുള്ള ഒറ്റ ഗ്രൂപ്പിംഗിലാണ് ഇതിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന 42ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് എന്ന കാര്യം കൂടി ഓർക്കുക. ഇനി ഈ ഹൊയ്സാല ടെമ്പിൾസിനെ കുറിച്ച് പറയുമ്പോൾ
ഇതൊരു ഹൈബ്രിഡ് ടൈപ്പ് ടെമ്പിൾസ് ആണെന്നാണ് പറയുക. പൊതുവേ നമ്മൾ പഠിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ നഗര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചറും സൗത്ത് ഇന്ത്യയിൽ ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചറും ആണെന്നാണ് പറയുക. പക്ഷേ ഹൊയ്സാല ടെമ്പിൾസിനെ കുറിച്ച് പറയുമ്പോൾ ഹൈബ്രിഡ് അല്ലെങ്കിൽ വേസര സ്റ്റൈൽ എന്നാണ് പറയുക. വേസര സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ദ്രാവിഡ സ്റ്റൈലിന്റെയും നഗര സ്റ്റൈലിന്റെയും ഒരു മിക്സിങ്ങിനെയാണ് നമ്മൾ വേസര സ്റ്റൈൽ എന്ന് പറയുക. As their unique style seems neither completely ദ്രാവിഡ nor നഗര but somewhere in between. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ്രാവിഡ സ്റ്റൈലിന്റെയും വേസര സ്റ്റൈലിന്റെയും ഒരു കൾമിനേഷൻ കൂടിച്ചേരലാണ് നഗര സ്റ്റൈലിന്റെയും ദ്രാവിഡ സ്റ്റൈലിന്റെയും കൂടിച്ചേരലാണ് വേസര സ്റ്റൈൽ എന്ന് പറയുക. അപ്പോൾ ഹൊയ്സാല ടെമ്പിൾസ് എന്ന് പറയുന്നത് വേസര സ്റ്റൈലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. They were easily distinguishable from other medieval temples. മിഡീവൽ ടൈമിൽ നിർമ്മിച്ചിട്ടുള്ള മറ്റ് ടെമ്പിൾസിൽ നിന്ന് ഈസിലി ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുന്ന ടെമ്പിൾസ് ആണ് ഹൊയ്സാല ടെമ്പിൾസ് എന്ന് പറയുക. ഇനി ഇവിടെ വേറൊരു ടേം കൂടി നിങ്ങൾ പരിചയപ്പെടണം. നമ്മൾ ജനറലി പറയുമ്പോൾ ഇതൊരു വേസര ടൈപ്പ് ടെമ്പിൾ ആർക്കിടെക്ചർ ആണെന്ന് പറയും. വേസര എന്ന് പറഞ്ഞാൽ നഗര സ്റ്റൈലിന്റെയും ദ്രാവിഡ സ്റ്റൈലിന്റെയും കൂടിച്ചേരലാണ്, മിക്സിംഗ് ആണെന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൊയ്സാല ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഹൊയ്സാല ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഡിസ്റ്റിങ്റ്റീവ് ബ്ലെൻഡ് ഓഫ് ഭൂമിജ സ്റ്റൈൽ പ്രിവലന്റ് ഇൻ സെൻട്രൽ ഇന്ത്യ. അപ്പോൾ ഭൂമിജ സ്റ്റൈൽ എന്ന് പറയുന്നത് ടെമ്പിൾ ആർക്കിടെക്ചറിൽ തന്നെ വരുന്ന ഒരു ഉപവിഭാഗമാണ്. പ്രധാനമായും സെൻട്രൽ ഇന്ത്യയിലാണ്. പൊതുവെ നിങ്ങൾ വിക്കിപീഡിയ പോലുള്ള സോഴ്സുകൾ നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്ന് കാണും. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ആക്യുറേറ്റ് സെൻട്രൽ ഇന്ത്യൻ സ്റ്റൈൽ എന്ന് പറയുന്നതാണ്. പർട്ടിക്കുലർലി നമ്മുടെ മധ്യപ്രദേശിൽ കാണപ്പെടുന്ന പല ടെമ്പിൾസും ഭൂമിജ സ്റ്റൈലിന് ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. പല സ്ഥലങ്ങളിലുണ്ട്, രാജസ്ഥാന്റെ ചില സ്ഥലങ്ങളുണ്ട്, നമ്മുടെ സൗത്തിലേക്ക് വരുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഭൂമിജ സ്റ്റൈൽ ഉണ്ടെങ്കിലും പ്രധാനമായും സെൻട്രൽ ഇന്ത്യ, പർട്ടിക്കുലർലി നമ്മുടെ മധ്യപ്രദേശിൽ കാണപ്പെടുന്ന ടെമ്പിൾസ് കൂടുതലും ഭൂമിജ സ്റ്റൈലാണ്. അപ്പൊ ഭൂമിജ സ്റ്റൈലിന്റെയും നഗര സ്റ്റൈലിന്റെയും ദ്രാവിഡ സ്റ്റൈലിന്റെയും ബ്ലെൻഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൊയ്സാല ആർക്കിടെക്ചർ എന്ന് പറയാം. അപ്പൊ പൊതുവേ നിങ്ങൾ ഇതുവരെയും പഠിച്ചിരിക്കുന്ന ഒരു സ്റ്റൈലിൽ നിങ്ങൾ വേസര സ്റ്റൈൽ എന്ന് കേട്ടിട്ടുണ്ട്. നഗരയും ദ്രാവിഡയും ചേരുന്നതാണ് വേസര എന്ന് പഠിച്ചിട്ടുണ്ട്. ഹൊയ്സാല ടെമ്പിൾ ആർക്കിടെക്ചറിനെ പൊതുവെ വേസര സ്റ്റൈൽ എന്നാണ് വിളിക്കുക. ഇത്രയും ഒക്കെ ജനറൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പർട്ടിക്കുലർ ആയിട്ട് നോക്കുമ്പോൾ നഗര ട്രഡീഷനും ദ്രാവിഡ ട്രഡീഷനിൽ തന്നെ നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ വേറെയാണ്, കർണാടക സ്റ്റൈൽ വേറെയാണ്. ഇതിൽ ഹൊയ്സാല ആർക്കിടെക്ചറിൽ ചാലുക്യാസ് ഓഫ് കല്യാണി അവരുടെ ഒരു സ്റ്റൈൽ ഓഫ് ദ്രവീഡിയൻ ആർക്കിടെക്ചർ ഉണ്ട്. ആ ടെമ്പിൾസിനോടാണ് കൂടുതലും സാമ്യമുള്ളത്. അപ്പൊ ആ ഒരു ദ്രാവിഡ സ്റ്റൈലും നോർത്ത് ഇന്ത്യയിലെ നഗര ട്രഡീഷനും സെൻട്രൽ ഇന്ത്യയിലെ ഭൂമിജ സ്റ്റൈലിന്റെയും ഒക്കെ ഒരു ഫൈനസ്റ്റ് ബ്ലെൻഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഹൊയ്സാല ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കീ എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ മണ്ഡപം ഉണ്ടാകും, വിമാനാസ് ഉണ്ടാകും, അതുകൂടാതെ ബ്യൂട്ടിഫുൾ സ്കൾപ്ചേഴ്സ് ധാരാളം ഉണ്ടാകും. അതായത് നമ്മൾ പുരാണങ്ങളിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയൊക്കെ ആയിരിക്കും സ്കൾപ്ചേഴ്സ് ആയിട്ട് ഈ പറയുന്ന ഹൊയ്സാല ടെമ്പിളുകളിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് കരുതുന്നു. കീപ് ഗോയിങ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു. തക്ഷശില IAS Academy. Aspire, enroll, achieve.